നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നതെല്ലാം മരത്തടിയിൽ അടിപൊളിയായിട്ട് ഇന്റീരിയർ ചെയ്ത കാഴ്ചകൾ തന്നെയാണ്. തേക്കൂട്ടിൽ എന്താ ഇതിന്റെ ഒരു ഫിനിഷ്, അതുപോലെ എന്താ ഇതിന്റെ ഒരു എലഗൻസി എന്ന് പറയണം. വീടിന്റെ ഹൃദയ ഭാഗമാണ് ഇത് എന്ന് എനിക്ക് പറയേണ്ടി വരും. നല്ല രീതിയിൽ ഒരു വുഡൻ നാച്ചുറൽ വുഡാണ്, ഇതാ നേരെ നാച്ചുറൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണ് ഈ ഒരു ലിവിങ്ങിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങൾ. മോഡേൺ ഐഡിയകൾ കൊണ്ടുവരുമ്പോൾ അതിലേക്ക് റസ്റ്റിക് കൂടി വരുമ്പോൾ അത് വേറൊരു ഫീല് തന്നെയാണ്. ഡിസൈൻ ചെയ്ത ഒരു ഫർണിച്ചർ ആണ് കാണുന്നത്. ആ ഫർണിച്ചർ ഡിസൈൻ ചെയ്താൽ മാത്രം പോരാ, അത് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞു, എക്സ്റ്റീരിയർ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ മിക്സഡ് ആണ്. നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലെവൽ എലിവേഷൻ ആണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. ഒരു റൂമിനെ എങ്ങനെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്യാമെന്നാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് പ്ലേസ് ചെയ്തിട്ടുള്ള ഫർണിച്ചർ തന്നെയാണ്. വീടിന്റെ ഇന്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? അതെ, വീട് A to Z വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഹായ് ഫ്രണ്ട്സ്, വീടുകളിൽ ഇന്റീരിയർ ചെയ്യാത്ത ആരും തന്നെ ഇന്നില്ല. എന്നാൽ പലപ്പോഴും മരത്തടിയെ പുറത്താക്കി പ്ലൈവുഡ്, മൾട്ടിവുഡ്, WPC ഇങ്ങനെ വ്യത്യസ്ത പ്രൊഡക്റ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മരം അത്ര വലിയ പ്രശ്നക്കാരനാണോ? മരത്തിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താൽ ഇന്റീരിയറിന് ഉപയോഗിച്ചുകൂടെ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നതെല്ലാം മരത്തടിയിൽ അടിപൊളിയായിട്ട് ഇന്റീരിയർ ചെയ്ത കാഴ്ചകൾ തന്നെയാണ്. കോഫീസിന്റെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈ വീട്ടിലെ ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതെ, തേക്ക് വുഡിൽ, അതുപോലെ സെലക്ട് ചെയ്ത സ്പെഷ്യൽ വുഡുകളിൽ മാത്രം. ഡെക്കോ ഡിസൈൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. വീട്ടിൽ വുഡൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോകളെല്ലാം സ്പെഷ്യലി ഡിസൈൻ ചെയ്ത വുഡുകളാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു സ്ലൈഡിങ് ഡോറാണ് കേട്ടോ. സ്ലൈഡിങ് ഡോർ ഇതാ വുഡിൽ ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ഇത് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആർക്കിടെക്ട് അമനാണ് കേട്ടോ ഇതിൻ്റെ പിന്നിലുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭാഗങ്ങളും ഇന്റീരിയറിൽ എങ്ങനെ വുഡിനെ പ്ലേസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് കൂടെ തെളിയിച്ചു തരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ മാർബിൾ ടോപ്പ്, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഗ്ലാസ് ടോപ്പുകൾ കൊണ്ടൊക്കെ ടേബിളുകൾ കാണാറുണ്ട്. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നത് തേക്ക് വുഡിലാണ്. തേക്ക് വുഡിൽ എന്താ ഇതിൻ്റെ ഒരു ഫിനിഷ്, അതുപോലെ എന്താ ഇതിൻ്റെ ഒരു എലഗൻസി എന്ന് പറയണം. കാരണം ഈ ഒരു വലിയ ടേബിളിനെ ഏറ്റവും നല്ല രീതിയിലാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഹോളിൻ്റെ സെൻറ്റർ ഭാഗത്ത് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വുഡനായിട്ടുള്ള ഒരു ടൈലുകൾക്കിടയിലാണ് ഈ ഒരു ഡൈനിങ് ടേബിളിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. മനോഹരമായ 2 ലൈറ്റുകൾ കൂടെ കൊടുത്തപ്പോൾ ഭംഗിയായില്ലേ? ഇനി നിങ്ങളുടെ ഒക്കെ കണ്ണ് ഉടക്കിയിട്ടുണ്ടാവുക ഈ ഒരു ഭാഗത്തേക്കായിരിക്കും. ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അഡീഷണൽ വരുന്ന ലൂസ് ഫർണിച്ചേഴ്സ് ഇവിടെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കോർട്ട്യാർഡാണെന്ന് ചോദിച്ചാൽ ഈ വീടിൻ്റെ ഹൃദയ ഭാഗമാണ് ഇത് എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം അത്രക്ക് നല്ല രീതിയിൽ ഈ ഒരു ഏരിയനെ ഡിസൈൻ ചെയ്ത് എക്സിക്യൂഷൻ ചെയ്തിരിക്കുകയാണ്. കാരണം ഇവിടെയുള്ള ഓരോ ഫർണിച്ചറും ഇതിന് അത്രയും ആപ്റ്റ് ആവുന്ന രീതിയിൽ പ്ലേസ് ചെയ്തു. ഈവൻ ഈ ഒരു കാണുന്ന വാഷ് ബേസിൻ കണ്ടില്ലേ, നല്ല രീതിയിൽ ഒരു വുഡൻ നാച്ചുറൽ വുഡാണ്, ഇതാ നേരെ നാച്ചുറൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു വുഡൻ പീസാണ്. തേക്കൂട്ടിലാട്ടോ അതൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം പലപ്പോഴും ഇതുപോലുള്ള ഡിസൈനുകളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് കാര്യമാണ്. ആര് ഇതുപോലുള്ള വലിയ മരങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം തന്നെയാണ് കോഫീസിൻ്റെ നല്ലൊരു വുഡൻ പീസിൽ അതിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് പ്ലേസ് ചെയ്തതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഷ് ബേസിൻ ആ രീതിയിൽ മാച്ച് ചെയ്തു, മിറർ മാച്ച് ചെയ്തു. അതുപോലെ ഈ വീടിൻ്റെ ആർക്കിടെക്ട് അതൊരു ഏത് രീതിയിൽ കാണിക്കണമെന്ന് ഇവിടെ നമുക്ക് കാണിച്ചു തരാം. ലാറ്ററൈറ്റിൻ്റെ ക്ലാഡിങ് സ്റ്റോൺ ആണ് ഈ ഒരു ഏരിയ മുഴുവനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ താഴേക്ക് വരികയാണെങ്കിൽ നാച്ചുറൽ ഡിസൈൻസ് ഉണ്ട്. അതിലേക്ക് അഡീഷണൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ കൊടുക്കാൻ നല്ല മനോഹരമായ പെബൽ ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മേലേക്ക് നോക്കുകയാണ്, മാക്സിമം ലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് വീടിൻ്റെ ആർക്കിടെക്ട് ഡിസൈനും ചെയ്തിട്ടുള്ളത്. ഈ ഒരു വലിയ ഏരിയയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ വരുന്ന മറ്റൊരു പോർഷൻ ഈ കാണുന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിൽ കൂടുതൽ കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഗ്ലാസ് വർക്കോ ഒന്നും വന്നിട്ടില്ല. ഒരു നാച്ചുറൽ ഫീൽ കിട്ടുന്ന രീതിയിൽ വുഡൻ ഹാൻഡ് ഗ്രാബ് കണ്ടില്ലേ, തേക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ
നല്ല സ്ട്രോങ്ങിലുള്ള വുഡൻ സ്റ്റെപ്സും കൊടുത്തപ്പോൾ ഈ ഒരു സ്റ്റെയർ ഏരിയ വേറെ ലെവലായി. ഈ വലിയ സ്റ്റെയർ ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ലാൻഡിങ് ഉണ്ട്. അതുപോലെ ഈ വൈറ്റ് പോർഷൻ എല്ലാം കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ക്യാൻഡിലിവർ ആയിട്ടുള്ള സ്റ്റെയർ ഐഡിയ ആണ് ഇവിടെ ആർക്കിടെക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് വുഡും കൂടെ വന്നപ്പോൾ വേറെ ലെവലായില്ലേ. അപ്പോൾ ഈ ഒരു വീട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളും വുഡിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. സീലിങ്ങിലല്ല, വുഡൻ പ്ലങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ TV യൂണിറ്റിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള യൂണിറ്റ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ ഈ കൺസോളിൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കിൽ ഒരു മോഡേൺ എലഗൻറ്റ് ഫീൽ വരുന്ന രീതിയിലാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. എല്ലാം തേക്ക് വുഡിലാട്ടോ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം വുഡ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്ന കാര്യം. അതിന് ഏറ്റവും നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആളെ കിട്ടണം. അത് തന്നെയല്ല പ്രശ്നം. ഇന്നത്തെ പ്രശ്നം അതാണ്, അല്ലാതെ വുഡിനൊരു പ്രശ്നം ഉണ്ടായിട്ടേ അല്ല. ഈ കാണുന്ന കണ്ടില്ല, നല്ലൊരു പാർട്ടീഷനാണ്. വുഡൻ ഫീൽ വിനീർ ഉപയോഗിച്ചിട്ടാണ് സെയിം കളർ കോമ്പിനേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുപോലുള്ള പാർട്ടീഷൻസ് ഒക്കെ വരുമ്പോൾ സാധാരണ രീതിയിൽ ഡീറ്റെയിലുകൾ വരുന്ന ഒരു ഭാഗമാണ്. ആ ഒരു സമയത്ത് വുഡിനേക്കാൾ കൂടുതൽ പ്ലൈ അതേപോലെ WPC ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുക. അതിനെ വിനീർ കൊണ്ട് സെയിം കളറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. വിനീർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ വുഡിൻ്റെ സ്കിന്നുകൾ സെയിം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണ് ഈ ഒരു ലിവിങ്ങിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങൾ. അടിപൊളിയായിട്ട് ഈ ലിവിങ്ങിൽ നിന്ന് നമ്മൾ മേലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലൈറ്റുകളാണ്. സാധാരണ ഷാൻഡലിയർ, ക്രിസ്റ്റൽ ഷാൻഡലിയർ ഇങ്ങനെയൊക്കെ പലതും കാണാറുണ്ട്. ഇവിടെ ഇത് നാച്ചുറൽ ഫീല്, ഒരു റസ്റ്റിക് ഫീല് കിട്ടുന്ന രീതിയിലാണ് ആർക്കിടെക്റ്റ് ഈ ഒരു വീടിനെ ഡിസൈൻ ചെയ്തു. സാധാരണ രീതിയിൽ മോഡേൺ ഐഡിയകൾ കൊണ്ടുവരുമ്പോൾ അതിലേക്ക് റസ്റ്റിക് കൂടി വരുമ്പോൾ അത് വേറൊരു ഫീല് തന്നെയാണ്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വാൾ ക്ലാഡിങ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാൾ ക്ലാഡിങ് എന്ന് പറഞ്ഞാൽ റോക്ക് ഫിനിഷ്, നമുക്കറിയാം ഇത് ക്ലാഡിങ് ആയിട്ട് വരുന്നുണ്ട്. ഇനി റോക്കിനെ ജസ്റ്റ് പോളിഷ് ചെയ്തെടുക്കാറുണ്ട്. ഇവിടെ ക്ലാഡിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇൻറ്റീരിയറിലേക്കാണ് ഇതിൻ്റെ ഷോ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ആ ഒരു വൈറ്റ് സ്കീമും വന്നപ്പോൾ, അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള വ്യൂവും കൂടെ വന്നപ്പോൾ ഇതൊരു വേറെ ലെവലായി. വീടിൻ്റെ അകത്തുനിന്ന് നേരെ പുറത്തേക്കായിട്ട് ഇറങ്ങുന്നത്. സാധാരണ രീതിയിൽ വീടിൻ്റെ പുറമേ നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഈ വീടിൻ്റെ അകത്തുനിന്നാണ് തുടങ്ങാൻ കാരണം അത്രയും ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ. ഈ കാണുന്ന വുഡ് ഡോറ് കണ്ടില്ല, വുഡൻ ഡോറ് എന്ന് പറഞ്ഞാൽ തേക്ക് വുഡിൽ ഫുള്ളി കവേർഡ് ആണ്. ഒരു എന്താ പറയുക, ഒരു ആർക്കിടെക്ട് ടച്ചുള്ള, ഒരു ഡിസൈനർ ടച്ചുള്ള ഡോറ്. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഡിസൈനർ ഫർണിച്ചർ മേക്കറുടെ ഒരു ടച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫർണിച്ചർ. ഒരു തേക്കൂട്ടിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇതിലങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ മാനുഫാക്ചറിങ് എല്ലാം നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു. നമ്മൾ കോഫീസിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽ ആ ഒരു സമയത്ത് പ്രൊഡക്ഷൻ ചെയ്ത പ്രൊഡക്റ്റായി കാണുന്നത്. എന്തായാലും ഭംഗി. ഇതിൽ ആർക്കിടെക്റ്റ് ചെയ്ത മറ്റു കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് പറയേണ്ടി വരും. ഇവിടെ വന്നിരിക്കുന്ന ആക്സസറീസ്, ഒരുപാട് ആക്സസറീസ്, വേസസ്, ഇതൊക്കെ സ്പെഷ്യലി ഒരു ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, ഈ ഒരു റസ്റ്റിക് ടച്ചിലേക്കുള്ള. അതേപോലെ വിൻഡോകളുടെ ഡിസൈൻ ഈവൻ ഇവിടെ വരെ നമുക്ക് കാണാൻ പറ്റും, ഒരു സ്പെഷ്യൽ ഡിസൈനാണ്. അതുപോലെ പുറത്തുനിന്നുള്ള വലിയ വിൻഡോകളൊക്കെ ഉണ്ട്, അതിനൊക്കെ ആ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അകത്ത് ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്, അതിന് ശേഷമാകാം എക്സ്റ്റീരിയർ കാഴ്ചകൾ. വീടിൻ്റെ ഹാളിൽ നിന്ന് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് ഈ ഡോറിലൂടെ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നല്ലൊരു ഔട്ട്ഡോർ കോർട്ട്യാർഡ് അല്ലെങ്കിൽ വീടിൻ്റെ ഒരു ഗാർഡൻ ഏരിയയിലേക്കാണ് എത്തുന്നത്. ഈ ഒരു ഏരിയയിൽ മൊത്തം വുഡ് കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള വിൻഡോകൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാം അടിപൊളിയായി ഗ്ലാസ്സിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ അപ്പുറം ആർക്കിടെക്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഒരു ഫർണിച്ചറാണ് കാണുന്നത്. ആ ഫർണിച്ചർ ഡിസൈൻ ചെയ്താൽ മാത്രം പോരാ, നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ചെയ്തിരിക്കുന്നത് കോഫീസാണ്. ഈ കാണുന്ന ഫർണിച്ചർ തേക്കൂട്ടിലാട്ടോ വന്നിരിക്കുന്നത്. ഇതുപോലുള്ള ഒരു ഗാർഡൻ ഏരിയയിൽ എങ്ങനെ അത് പ്ലേസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ ഡിസൈൻ നമുക്ക് കാണാൻ പറ്റുന്നത് അടിപൊളിയായിട്ടുള്ള റോക്ക് ഫിനിഷ്, അതിലൊരു വെർട്ടിക്കൽ ആയിട്ടുള്ള വിൻഡോ. ഈ വിൻഡോക്ക് മൾട്ടിപർപ്പസ് ആണ്, പുറമേ നിന്നുള്ള വ്യൂകൾ കാണാൻ പറ്റും. അതുപോലുള്ള ഒരുപാട് ഐഡിയകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന കോളംസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് മെറ്റലാണ്, അതിൽ വുഡിനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഒരു വിനീർ ടച്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ WPC ലാമിനേഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഗ്രാസ്, ബഫല്ലോ ഗ്രാസുകളാണ് ഈ ഒരു ഏരിയനെ മുഴുവനായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വലിയ വിൻഡോകൾ നമുക്ക് കാണാൻ പറ്റും, അടിപൊളിയായിട്ടുള്ള ഡിസൈൻ. വീടുകൾ നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കും, പക്ഷെ നേരത്തെ പ്ലേസ് ചെയ്താൽ മാത്രമേ ഇതുപോലെ ബുഷിയായിട്ട് ഇരിക്കുകയുള്ളൂ. ആ ഒരു കാര്യം കൂടി അതിനിടക്ക് പറയുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു നടപ്പാത റോക്ക് ഫിനിഷിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ കുറച്ചും കൂടെ ആർട്ട് വർക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് വേറെ ലെവലിലേക്ക് മാറും. ഈ ഒരു വീടിൻ്റെ പല ഏരിയകളിൽ കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ആട്ടുകല്ലൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിന് യഥാർത്ഥത്തിൽ ഈ ഒരു വീടിൻ്റെ ഹൗസ് ഓണറായിട്ട് ഒരു ഹോട്ടൽ ടച്ച് ഉണ്ട്. ആ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർക്കിടെക്റ്റ് ശ്രമിച്ചിട്ടുള്ളത്.
വീടിൻ്റെ എക്സ്റ്റീരിയർ കാഴ്ചകൾ വേറെ ലെവലാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ആർക്കിടെക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റോൺ ക്ലാഡിങ്ങൾ ലാറ്ററൈറ്റിൽ വരുന്നുണ്ട്, അതുപോലെ ഗ്രാസ് വരുന്നുണ്ട്, നല്ല ഇൻ്റർലോക്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീടുണ്ട്. എക്സ്റ്റീരിയർ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ മിക്സഡ് ആണ്. നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലെവൽ എലവേഷൻ ആണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. അതിൽ റോക്ക് ഡിസൈനുകൾ ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ നാച്ചുറൽ പ്ലാന്റ്സിനെ ഒരുപാട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയറിനേക്കാൾ ഇൻറ്റീരിയറിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീട്ടിലേക്ക് നേരെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ടൊരു ഫെൻസിൽ തന്നെ ഇതിൻ്റെ പേര് ഖയാൽ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. മെറ്റലിലാട്ടോ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഏരിയയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം വീട്ടിൽ വന്നിരിക്കുന്ന സെയിം റോക്ക് ഫിനിഷുകൾ ഇതിനകത്തൊക്കെ വന്നിട്ടുണ്ട്. മെയിൻ ഗേറ്റ് ഓട്ടോമേറ്റഡ് ആണ്. ഓട്ടോമേറ്റഡ് ഗേറ്റിലൂടെ നമ്മൾ നേരെ അകത്തേക്ക് കയറുമ്പോഴാണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ രൂപഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു ഒറ്റനില വീടിൻ്റെ ഫീൽ കിട്ടുന്നുണ്ടെങ്കിലും ഇതിനകത്ത് 3 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. ഒരു ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. ഈ ഒരു ഏരിയ എല്ലാം കാൻറ്റിലിവർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് മെറ്റൽ സ്ട്രക്ചറിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ WPC പാനലുകൾ യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള ഈ വീടിൻ്റെ അകത്തുള്ള കാഴ്ചകൾ നമ്മൾ ആദ്യം പറയാൻ കാരണം എനിക്കേറെ ഇഷ്ടപ്പെട്ടത് അകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു 12x12 സൈസിലുള്ള മനോഹരമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മളുള്ളത്. ഒരു റൂമിനെ എങ്ങനെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാമെന്നാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സിമ്പിളായിട്ടുള്ള പിസ്ത കളറിലെ ടൈലുകളും അതുപോലെ വൈറ്റ് സീലിങ്ങും അതുപോലെ നല്ല വുഡൻ തീമിൽ വരുന്ന ഫർണിച്ചേഴ്സും ഇതൊക്കെ കണ്ടില്ലേ. നല്ലൊരു ഹെഡ് ബോർഡെല്ലാം വുഡിലാണ്, നാച്ചുറൽ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സൈഡ് ടേബിളുകളും അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഓഫീസിൻ്റെ സ്പെഷ്യൽ ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെഡ് കോട്ട്, അതിലേക്കുള്ള കളർ തീം, ഇതെല്ലാം അമൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഡിസൈനുകൾ. അതുപോലെ വലിയ ഇതുപോലുള്ള കേർട്ടൻസ് അതും ഇതിലേക്ക് ഏറ്റവും ആപ്റ്റ് ആവുന്ന രീതിയിൽ പ്ലേസ് ചെയ്തു. അതുപോലെ വലിയ വാർഡ്രോബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ വാർഡ്രോബിനേക്കാൾ ഒന്നും കൂടെ എലഗൻസി ഫീൽ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ വാർഡ്രോബും സെറ്റ് ചെയ്തു. ഡ്രസ്സിങ് മിററും വേറെ ലെവൽ തന്നെയാണ്. ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. മനോഹരമായ ഈ ബെഡ്റൂമിൽ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുക ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഒരു ഡിസൈനർ എങ്ങനെയാണ് ഒരു ബെഡ്റൂമിനെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള ഉദാഹരണം തന്നെയാണ് ഈ റൂം. ഭംഗിയുള്ള ലാറ്ററൈറ്റ് കൊണ്ടുള്ള ഒരു ഹെഡ് ബോൾ, അതുപോലെ സോളിഡ് വുഡിൽ വന്നിരിക്കുന്ന ഹെഡ് ബോൾ, ഇത് കണ്ടില്ലേ, നാച്ചുറൽ സോളിഡ് വുഡാണ്. അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു ബെഡ് കോട്ട്, ഇത് തന്നെയാണ് ഈ റൂമിൻ്റെ അട്രാക്ഷൻ. ഇതിലേക്ക് അഡീഷണൽ എടുത്ത് പറയേണ്ടത് ഇതുപോലെ റിപ്പിൾ കർട്ടൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു വാർഡ്രോബ് വിനീറിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു നാച്ചുറൽ ഫീൽ കിട്ടുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഇതിനകത്ത് കൊടുത്തിരുന്ന ലൈറ്റിംഗ് ആണ്. ആവശ്യത്തിനുള്ള ലൈറ്റുകളാണ് ആർക്കിടെക്റ്റ് പ്ലേസ് ചെയ്ത്. അതുപോലെ ഈ ഒരു ഏരിയനെ ഒന്നും കൂടെ ഹൈലൈറ്റായി ഷോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഹാങ് ലൈറ്റ്സും ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ ഫർണിച്ചറുകൾ കാണിക്കാനാണ് വന്നതെങ്കിലും വീട് എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? അപ്പോൾ കിച്ചണും കൂടെ കാണിക്കണ്ടേ? ഭംഗിയുള്ള ഒരു കിച്ചണാണ്, സിമ്പിൾ കിച്ചണാണ്. മാക്സിമം ഏരിയകളെല്ലാം കവർ ചെയ്തിട്ടാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു ഐവറി ടച്ച് അല്ലെങ്കിൽ ഒരു ബേജ് ടച്ചാണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും എല്ലാ യൂണിറ്റുകളാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള മോഡേൺ സിങ്ക്, അതുപോലെ നല്ല ഹുബ് ആൻഡ് ഹുഡുകൾ, അതിലേക്ക് വുഡൻ ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ, ഇതൊക്കെ വുഡിലെ നാച്ചുറൽ വുഡിലാട്ടോ. എക്സ്ട്രാ ഷെൽഫ് ഇതെല്ലാം കൊടുത്തപ്പോൾ ഈ വീടിൻ്റെ കിച്ചൺ വേറെ ലെവലായില്ലേ. ഇവർക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ കിച്ചണും കൂടെ ഉണ്ട്. കൂടുതൽ വർക്കും കാര്യങ്ങളും അവിടെ തന്നെയാണ് നടക്കുന്നത്. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നല്ലൊരു ആംബിയൻസുള്ള പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി. ഏറ്റവും നല്ല രീതിയിൽ വെളിച്ചവും കാറ്റും കിട്ടുന്ന രീതിയിലാണ് അമൻ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഏരിയയുടെ മേലെ വരുന്ന ഒരു ബ്രിഡ്ജ് പോലെ എനിക്ക് ഈ ഒരു ഏരിയ ഫീൽ ചെയ്യുന്നു. നേരെ പുറത്തേക്ക് കയറുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് പ്ലേസ് ചെയ്തിട്ടുള്ള ഫർണിച്ചർ തന്നെയാണ്. ഈ ഒരു ഹോളിൻ്റെ സെൻട്രൽ കാർപ്പറ്റിലാണ് ഇതിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അതിന് എലഗൻ്റ് ആയിട്ട് ഇതുപോലെ ട്രീറ്റഡ് വുഡിൽ ചെയ്തപ്പോഴാണ് അതിൻ്റെ ഭംഗി വന്നിരിക്കുന്നത്. സെൻറ്റർ ടേബിളിൻ്റെ ഭംഗി എടുത്തു പറയേണ്ടതാണ്. ഒന്നും ചെയ്തിട്ടില്ല, ഒരു വുഡൻ പീസിനെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരികയാണ്, നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണ് ഗ്രൗണ്ടിൽ നിന്നുള്ള കാഴ്ചകളും കൂടെയാണ്. ലൈറ്റുകൾ, അതുപോലെ ആക്സസറീസ്, ഇതെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഏരിയയിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ഈ കർട്ടൻ സ്പേസിലൊക്കെ കാണാൻ പറ്റുന്നത് ബിഹൈൻഡിൽ നല്ല വുഡൻ ആയിട്ടുള്ള വിൻഡോകളാണ്. വുഡൻ വിൻഡോകളാണ് ഈ വീടിൻ്റെ ഫുൾ ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തു. ഒരു സ്റ്റഡി ഏരിയ നല്ല രീതിയിൽ ഇവിടെ കാണാൻ പറ്റും. അതിലേക്കുള്ള ഷെൽഫുകൾ അഡീഷണൽ വുഡനിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങളൊക്കെ കണ്ണ് ഉടക്കിയിട്ടുള്ളത് ഈ ഒരു മിററിലായിരിക്കും അല്ലേ? എന്താ മിറർ? നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള മിററുകൾ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ തേക്ക് വുഡിലാണ്. അതിലേക്ക് മിററും കൂടെ കൊടുത്തു ഈ ഒരു പ്ലേസിനെ വേറെ ലെവലാക്കി.
വുഡൻ ബെഡ് കോട്ട് ചെയ്താൽ ഭംഗിയാവുന്നു പലർക്കും ആശങ്കയുണ്ട്. നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങണം, അല്ലെങ്കിൽ WPCയിൽ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ വുഡിലും ഇന്ന് ഏറ്റവും ലൈറ്റായിട്ട് എലഗൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ ഒരു ബെഡ് കോട്ട്. ഭംഗിയായിട്ടുള്ള ഹെഡ് ബോളിൽ വുഡനായിട്ടുള്ള ചെറിയ സ്ട്രിപ്പുകൾ, അതുപോലെ തന്നെ ഇവിടെ ടെക്സ്ചർ പെയിൻറ്റ് ഡിസൈൻ, ഇതൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിനെ അട്രാക്റ്റീവ് ആക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലെ വാർഡ്രോബ് നമുക്ക് കാണാൻ പറ്റും, ഹൈറ്റിൽ കൂട്ടി ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സീലിംഗ് ഹൈറ്റിലാണ് വാർഡ്രോബ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ഡിസൈനേഴ്സ് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്ത്. ഇത് വിനിയറിലാണ്, അതായത് ഈ തേക്ക് വുഡ് ഫിനിഷിൽ നേരെ മാച്ച് ചെയ്യുന്ന വിനിയറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മിറർ ഏരിയ കാണാം, വലിയൊരു മിറർ, അതിൽ നല്ലൊരു യൂണിറ്റും കൊടുത്തപ്പോൾ അത് വേറെ ലെവലായി. ഈ ഒരു വീട്ടിൽ നമ്മൾ പല സ്ഥലത്ത് ഇതുപോലുള്ള ചെറിയ നല്ല റോക്ക് ഡിസൈനിൽ വരുന്ന പൂഫുകളൊക്കെ കാണുന്നുണ്ട്. ഇതെല്ലാം കോഫീസിൻ്റെ സ്പെഷ്യൽ ഡിസൈനുകളാണ്. നമ്മുടെ വീടിനകത്ത് വരുന്ന ചെറിയ ചെറിയ ഫർണിച്ചർ വരെ കോഫീസ് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്. നമ്മളെ കൂടെ ഹൗസ് ഓണേഴ്സായ ആഷിർ, റമീസ, അതുപോലെ മെഷ്വയാണ് കൂടെ ഉള്ളത്. വീട് ഞാൻ കണ്ടു, അടിപൊളിയായി. വീട്ടിൽ ഒരുപാട് എലമെൻറ്റ്സ് സ്പെഷ്യലി ഡിസൈൻ ചെയ്തു. ശരിക്കും ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സിൽ നിങ്ങൾ പാർട്ടായോ അമൻ്റെ കൂടെ? അവൻ്റെ കൂടെയും പാർട്ടായിട്ട് ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും അവന് മനസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട്, അവനൊരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് എന്ന രീതിയിലല്ല, ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ രൂപത്തിലാണ് അവനത് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലെ ഫർണിച്ചറുകൾക്ക് സ്പെഷ്യലി ഒരായിട്ടുള്ള ഒരു ഡിസൈൻ ഐഡിയകൾ കണ്ടോ? അവൻ്റെ ഡിസൈനാണ് അത്, നല്ല രീതിയിൽ തന്നെയാണോ കോഫീസ് പ്ലേസ് ചെയ്തത്? അത് കോഫീസിൻ്റെ ഒരു വർക്ക് നമുക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയ വർക്കാണ്. A മുതൽ Z വരെ അതിൻ്റെ ഓണേഴ്സും മറ്റുള്ളവരും സ്റ്റാഫും വന്നിട്ട് ഓരോ ഭാഗങ്ങളും നമ്മോട് സാറ്റിസ്ഫൈഡ് ആണ് ചോദിച്ച ശേഷം ഫൈനൽ ചെയ്ത ശേഷമാണ് ഫർണിച്ചറുകളുടെ എല്ലാ വർക്കുകളും. ഞങ്ങൾ 100% ഫർണിച്ചറിൻ്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഓഫീസിന് താങ്ക്സ്. ഓക്കെ, ഇതിനകത്ത് വുഡൻ വർക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, മരം കൊണ്ട് ചെയ്താൽ ശരിയാവോ, പിന്നെ കേടാവോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ആ ടെൻഷൻ വന്നില്ല നിങ്ങൾക്ക്? ഇല്ല, ആ ടെൻഷൻ നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ വർക്ക് എടുത്ത മുതൽ തന്നെ പല ആളുകളും ഈ അഭിപ്രായം ഞങ്ങളോട് പങ്കുവെച്ചതാണ്. പക്ഷേ നമുക്കിത് ചെയ്തു വന്നപ്പോൾ അത് അത്ര ടെൻഷനായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, ഇനി ഭാര്യയോട് ഒരു ചോദ്യം ചോദിക്കാം. കാരണം ഡൈനിങ് ടേബിൾ ഒരുപാട് വീടുകളിൽ ഇപ്പോൾ മാർബിൾ ടോപ്പൊക്കെയാണ് കാണാറുള്ളത്. ഈ വുഡൻ ടോപ്പിലേക്ക് വന്നപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനും വല്ല ബുദ്ധിമുട്ട് അങ്ങനെ വന്നോ? ഇല്ല, അങ്ങനെ നന്നായിട്ടുണ്ടോ ഡൈനിങ് ടേബിൾ? അടിപൊളി, നമ്മള് ആഗ്രഹിച്ച അതേപോലെ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. ഓക്കെ, സാധാരണ മരത്തിന്റെ ഡൈനിങ് ടേബിൾ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവും, പക്ഷെ അതിൽ നിന്ന് ഒരുപാട് മേലെ തന്നെയാണ് ഈ ടേബിൾ അല്ലേ? ഓക്കെ, ഈ മകളോട് നമുക്ക് കാര്യം ചോദിക്കാം. ബെഡ്റൂം കണ്ടു, സൂപ്പർ ആയിട്ടുണ്ട്. ബെഡ്റൂമിൽ ഹെഡ് ബോർഡൊക്കെ എവിടെയും കാണാത്ത രീതി ഒരു മരത്തിന്റെ പീസ് വെച്ചതുപോലെയാണ്. അപ്പോൾ ആ ഒരു ഐഡിയകളൊക്കെ ഇഷ്ടപ്പെടുമോ? ടീനേജേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ട് ചെയ്തു തന്നെയാണത്. ഓക്കെ, ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ പറയാ? നമുക്ക് 2-3 സ്ഥലങ്ങൾ പറയാനുണ്ട്. ഈ കോട്ടിയാട്, അതേപോലെ തന്നെ പുറത്ത് ആ ഒരു ഏരിയ അല്ലേ? അവിടുത്തെ ആ സിറ്റിംഗ് ഒരു വേറെ ലുക്കാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും കാണാം. അതുപോലെ തന്നെ ഈ കോട്ടിയാടും തന്നെ നമുക്കൊരു എനർജി തരുന്ന ഒരു സ്പേസ്. അതെ, ഈ പിന്നെ കൂടുതൽ നാച്ചുറൽ ലുക്ക് കിട്ടുന്ന ഒരു ഏരിയ, ലൈറ്റും ഉണ്ട്, വായുസഞ്ചാരം എല്ലാം ഉണ്ടായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ പലരും വീട് കംപ്ലീറ്റ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അവിടെ അങ്ങനെയല്ല, കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, നമുക്കുണ്ടായിട്ടില്ല. നമുക്കിത് വീടിൻ്റെ ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞ ശേഷം നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. മാത്രമല്ല, ഇതിൻ്റെ വർക്ക് എടുത്ത എല്ലാവരും, ഓരോ ടീമുകളും, ഫർണിച്ചർ ആയാലും ഇൻറ്റീരിയർ ആണെങ്കിലും പെയിൻറ്റിങ് ആണെങ്കിലും ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും, പ്രത്യേകിച്ച് അമ്മൻ്റെ നേതൃത്വത്തിൽ വളരെ പൂർണ്ണമായിട്ടും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയ രൂപത്തിൽ തന്നെ അവർ വർക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് വലിയ വുഡിൻ്റെ പീസുകളൊക്കെ ഉള്ളതുപോലുള്ള ഐഡിയാസ് ഉണ്ട്. അപ്പോൾ കോഫീസിൻ്റെ ഫാക്ടറി നിങ്ങൾ സന്ദർശിച്ചിരുന്നോ? നമ്മൾ വർക്ക് അവരായിട്ട് സംസാരിക്കുന്നതിന് മുന്നേ അവിടെ ഫാക്ടറി പോയി കണ്ട്, അവരുടെ വർക്കുകൾ കണ്ട് എല്ലാം മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ കോഫീസുമായിട്ട് ബന്ധപ്പെട്ടത്. നമുക്കതിൽ നിരാശ വന്നിട്ടില്ല. 100% സാറ്റിസ്ഫൈഡ് ആണ് കോഫീസിന്. ഓക്കെ, താങ്ക് യു. ഈ ഒരു വീട്ടിലെ അടിപൊളിയായിട്ടുള്ള ഫർണിച്ചറുകൾ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ആഗ്രഹമില്ലേ ഇതുപോലുള്ള ഫർണിച്ചറുകൾ നമ്മുടെ വീട്ടിലും ചെയ്യണമെന്ന്? നമുക്ക് ഇതിങ്ങനെ കാണുമ്പോൾ വാങ്ങിയിട്ടാൽ പോരെ എന്നുള്ളൊരു ചിന്ത വേണ്ട. നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ പോയി ഇത് എങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നതെന്നും കൂടെ കണ്ടു നോക്കിയാലോ. കോഫീസിൻ്റെ ഫാക്ടറി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. മുമ്പ് നമ്മൾ കാണിച്ചിരുന്ന ഒരുപാട് വർക്കുകൾ നടക്കുന്ന ഒരു ഏരിയ തന്നെയാണ് കോഫീസിൻ്റെ പ്രൊഡക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ. ഫർണിച്ചറിൻ്റെ മാനുഫാക്ചറിങ് പറഞ്ഞാൽ മോഡേൺ ഐഡിയയിൽ. അപ്പോൾ നമ്മളെ ഇതിൻ്റെ ഡയറക്ടേഴ്സിലെ ഒരാളെ നജ്മുദ്ദീൻ കൂടെ. നജ്മുദ്ദീൻ, ഹായ്, നമസ്കാരം. നല്ല വിശേഷം. നമ്മളൊരു അടിപൊളി വീട് കാണാൻ പോയി. വീട്ടില് നിങ്ങളുടെ ടീം അടിപൊളിയായിട്ടുള്ള ഫർണിച്ചർ
ഫർണിച്ചർ ഒക്കെ സെറ്റ് ചെയ്ത് കണ്ടു. Okay. അതിലേ ആളുകൾക്ക് സംശയം ഉണ്ടാവും, നമ്മളിങ്ങനെ പറയുമ്പോൾ അവർ വാങ്ങി വെച്ചതാണോ, മാനുഫാക്ചറിങ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇതൊക്കെ കണ്ടാൽ മതി എന്ന് എനിക്ക് അതെ അതെ ഇതിന്റെ ഒക്കെ ഒരു ഫീൽ കണ്ടില്ല നിങ്ങൾ? ഇത് ഹാഷ് വുഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹൈ ഡീറ്റെയിൽ. അതെ അതെ, ഹൈ ഡീറ്റെയിൽ പ്രൊഡക്റ്റുകളാണ്. ഇത് മാനുഫാക്ചറിംഗിൽ തന്നെ ഈ ഫിനിഷ് ഉണ്ടാവും അല്ലേ? അതെ, ഇതാണ് നമ്മളെ ഹൈലൈറ്റ്. ഇത് കാർപ്പൻട്രി ഫിനിഷിലെ നമുക്ക് ഈ ഒരു ക്വാളിറ്റി ഉണ്ടാവും ഫിനിഷിംഗിൽ. അതെ അതെ ഓക്കെ. സാധാരണ രീതിയിൽ പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ലെവല് കിട്ടുള്ളൂ. ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ചെയ്ത വുഡുകൾ നിങ്ങൾ അതിനുശേഷമാണ് പ്രൊഡക്ഷനിലേക്ക്. അതെ, ആദ്യം നമുക്ക് വുഡ് വന്ന് അത് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ഇതിലേക്ക് നമ്മൾ എടുക്കുകയുള്ളൂ. ഓക്കെ, ഇത് ഒരു കൺസോൾ അല്ലെങ്കിൽ ടി വി യൂണിറ്റിന്റെ. അതെ, ഇതൊരു കൺസോൾ ടേബിൾ ആണ്. ഇത് ഹാഷ് വുഡിലാണ്. ഇതൊക്കെ എല്ലാം ഒരു പ്രൊജക്റ്റിലേക്കുള്ളതാണ്, നെക്സ്റ്റ് പ്രൊജക്റ്റിലേക്കുള്ളതാണ്. ഓക്കെ, ഇതിന്റെ ഒക്കെ ഒരു ഫീല് കണ്ടില്ല നിങ്ങൾ? ഇതിന്റെ കാർപ്പൻട്രി ഫിനിഷിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫിനിഷിംഗ് കിട്ടും. ഓക്കെ, ഹാഷ് വുഡ് ആണ് നമുക്ക് നല്ല ഫിനിഷിൽ കിട്ടുന്നത് അല്ലേ? ഏതൊക്കെ വുഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു? നമ്മള് ഹാഷ്, ബീച്ച്, ഹോക്ക്, മഹാഗണി, തേക്ക് എല്ലാ വുഡും ഉണ്ട്. എല്ലാ വുഡും ചെയ്യും അല്ലേ? ഇതൊക്കെ നല്ല ഫിനിഷ് അല്ലേ? ഒരു വീടിന്റെ ഇന്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? അതെ, വീട് A to Z വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇത് ചെയറിന്റെ ഒരു മോഡലാണ് ഉണ്ടാക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, ഇത് വെറൈറ്റി ലുക്കാണ്. ഇങ്ങനെ കർവ് ചെയ്തൊക്കെ എടുക്കുക കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതെ, എങ്കിലും നമ്മളെ അടുത്തുള്ള മെഷീനറി കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിയും. ഇപ്പൊ ആൾ കേരള ചെയ്യുന്നുണ്ടാവും അല്ലേ? നമ്മൾ സൗത്ത് ഇന്ത്യ മൊത്തം ഏകദേശം കവറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ വീടുകളിലേക്കുള്ള ഫർണിച്ചർ ഉൾപ്പെടെ ഇന്റീരിയറിന് കോൺടാക്ട് ചെയ്യാൻ നജമുദ്ദീനെ ഫാക്ടറിയിൽ നേരിട്ട് വന്ന് കാണാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാൻ. നമുക്ക് കസ്റ്റമറിന് വേണ്ടി അവരൊരു വീട് വെക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളടുന്ന് ഫർണിച്ചർ എടുക്കണം നിർബന്ധമില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, നമുക്ക് ഫർണിച്ചർ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവർക്ക് സംശയം തീർച്ചയായിട്ടും നമുക്ക് കൈകാര്യം ചെയ്ത് പറഞ്ഞു കൊടുക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓ ആയിക്കോട്ടെ, താങ്ക് യു.